ഹായ് ഫ്രണ്ട്സ്, 90s കാസറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോ ചെറുപ്രായത്തിൽ പലർക്കും അവർക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ സ്വന്തമാക്കണമെന്ന് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് എല്ലാവർക്കും അതിനുള്ളൊരു ഭാഗ്യം കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ കുറച്ചൊന്ന് വലുതാവുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലിക്കൊക്കെ പോയി തുടങ്ങുമ്പോഴായിരിക്കും പലരും അവരവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നത്. അതിനല്ല അല്ല എന്നുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ വീട്ടുകാരത് നേരത്തെ അത് വാങ്ങിക്കൊടുക്കുകയോ അങ്ങനെ ഒരു ആഗ്രഹം സാധിക്കാനൊക്കെ പറ്റുന്ന ചില കുട്ടികളൊക്കെ ഉണ്ടാവാം. പക്ഷേ ചിലർക്കൊക്കെ അതിനുള്ള ഒരു ഭാഗ്യം ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് കുറച്ചുകൂടെ ഒന്ന് വളർന്ന് ജോലിക്കൊക്കെ പോയി തുടങ്ങി കുറച്ച് കാശൊക്കെ കയ്യിൽ വന്ന ശേഷമായിരിക്കും അത്തരം ചില ആഗ്രഹങ്ങൾ അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നത്. അപ്പോ ആ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ പലർക്കും അന്ന് ഒരു 18, 19, 20 ആ ഒരു യുവത്വത്തിലേക്ക് കടന്നു വരുന്നവർക്ക് ഉള്ള ആഗ്രഹങ്ങൾ അന്ന് ഒരു സ്വന്തമായ ഒരു ബൈക്ക് സ്വന്തമാക്കുക, അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ സ്വന്തമാക്കുക. ഒട്ടുമുക്കാലും പേർക്കും ഈ വാഹനങ്ങൾ തന്നെയായിരിക്കും സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവുക. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ ഒരു പാട്ടിന്റെയും സിനിമയുടെയൊക്കെ ഒരു ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു കാലമാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായി സ്വന്തമാക്കാൻ ശ്രമിച്ചത് ഇതാണ് സംഭവം. ആ ഒരു ടേപ്പ് റെക്കോർഡർ BPLന്റെ ആണ്. 1999 ഞാനിത് സ്വന്തമാക്കുന്നത്. അന്നത്തെ ഏകദേശം 3400 രൂപയ്ക്ക് മേലെ ഇതിന് വില ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊരു ചെറിയ സംഭവമായിട്ട് തോന്നും. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ ഒരു വേറെ കുറച്ച് സംഭവങ്ങളൂടെ ഉണ്ട്, അത് കാണിച്ചു തരാം. ഇതിന്റെ കൂടി 2 ബോക്സുകൾ കൂടി വരും. അപ്പൊ ഇത് നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോ എങ്ങനെയാണ് സംഭവം? വളരെ ആഗ്രഹിച്ച് സ്വന്തമാക്കിയ ഒരു സംഭവമാണ്. അപ്പൊ അന്ന് ഈ 3400 സംതിങ് ഒക്കെ ഒന്നിച്ച് കൊടുത്ത് വാങ്ങാനുള്ള ഒരു ഭാഗ്യമൊന്നുമില്ല. അപ്പൊ എന്റെ ഒരു ബന്ധുവാണ് നാഗർകോവിലില്, അവിടെ ഒരു വസന്ത് ആൻഡ് കോ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു മെയിൻ ഇലക്ട്രോണിക് ഷോപ്പ് ഉണ്ട്. അപ്പോ അവരുടെ ഒരു കെയർ ഓഫില് ഒരു EMI ഒക്കെ ഇട്ട് എനിക്ക് ഈ സംഭവം ശരിയാക്കി തന്നത്. എന്തായാലും ഒന്നുണ്ട്, ജീവിതത്തിലെ ആദ്യത്തെ EMI ഇട്ട ഒരു സംഭവമായിരുന്നത്. പിന്നെ ഈ EMIകളുടെ കാര്യത്തിൽ ഇന്നേ വരെ ഒരു കുറവും വന്നിട്ടില്ല. അപ്പോ ഈ ഒരു സംഭവമാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹിച്ച് സ്വന്തമാക്കിയ ഒരു ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു സാധനം. അപ്പോ എനിക്ക് ഇതിനു മുമ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ബെഡ് ടേപ്പ് എന്ന് പറയും, നമ്മളിങ്ങനെ കിടത്തി കേൾക്കുന്ന ഒരു സംഭവം. ഭാഗ്യവശാൽ ഇത് വർക്കിംഗ് കണ്ടീഷൻ അല്ല. വർക്കിംഗ് കണ്ടീഷൻ ആയിരുന്നെങ്കിൽ നമുക്കൊരു പാട്ടൊക്കെ കേട്ടൊന്ന് പൊളിക്കായിരുന്നു. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഒരു വിഷമമുണ്ട്. ഇതിപ്പോ വർക്ക് ചെയ്യാത്തതിൽ ഒരു വിഷമമുണ്ട്. പക്ഷെ ഞാനിത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതൊന്ന് ശരിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കി. പക്ഷെ ഒരിടവും അങ്ങോട്ടൊന്നും സെറ്റ് ആയില്ല. കാര്യം ഇതിന്റെ ഒട്ടുമുക്കാലും സാധനങ്ങളെല്ലാം, ഇതിന്റെ റിപ്പയറിങ്ങിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇപ്പൊ ഒന്നും കിട്ടാനില്ല. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇതിങ്ങനെ കളയാതെ എന്റെ ആ ഒരു എന്താ പറയാനായിട്ട് എന്റെ ആ ഒരു ഡ്രീം സ്വന്തമാക്കിയതിന്റെ ഒരു സന്തോഷത്തെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇത് ടേപ്പ് റെക്കോർഡർ എന്നുള്ള രീതിക്ക് മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റിയിരുന്നത്. ഇതിനകത്തൊരു ആന്റിന ഉണ്ട്. അപ്പോ ഇതില് റേഡിയോ ഒക്കെ യൂസ് ചെയ്യാമായിരുന്നു. അപ്പൊ നമുക്കത് റേഡിയോ യൂസ് ചെയ്യാം. അങ്ങനെയും പാട്ടുകളൊക്കെ കേൾക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. വേറെയും ഇതില് വളരെ അത്യാവശ്യമായ നല്ല കുറച്ച് ഫങ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഈക്വലൈസർ, നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ബാസ് ബൂസ്റ്റ് ചെയ്യാവുന്നൊരു സ്വിച്ച് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ മൈക്ക്, ഹെഡ്സെറ്റ്, അങ്ങനെ അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ട്. ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് കേൾക്കേണ്ടി വരും. അല്ലാതെ മൊബൈലിലെ പോലെ ഇങ്ങനെ അതൊന്നും നടക്കില്ല. നമ്മൾ എവിടെയാണോ ഈ ടേപ്പ് റെക്കോർഡർ ഇരിക്കുന്നത് അവിടെ ഹെഡ്സെറ്റ് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ തൊട്ടടുത്തിരുന്ന് കേൾക്കാം. പിന്നെ ആ പാട്ട് കേൾക്കാനും മറ്റൊന്നും താല്പര്യം ഇല്ലാത്തവർക്ക് അതൊരു അനുഗ്രഹമാവും. കാരണം ഉപയോഗിക്കുന്ന ആൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ച്
ആ ഒരു സമയത്തുള്ള അത്യാവശ്യം നല്ല ഫങ്ഷൻസ് ഒക്കെ ഉള്ള ഒരു മോഡലാണ് ഈ BPLന്റെ ഈ ഒരു മോഡൽ. അപ്പൊ ഇന്നും സ്വന്തമായി ടൈൽ ടേപ്പ് റെക്കോർഡർ സൂക്ഷിക്കുന്നവർ അതിന്റെ മോഡൽ കമന്റ് ചെയ്യുക. അപ്പോ ഈ വീഡിയോ ഇവിടെ കഴിയുകയാണ്. വീണ്ടും ഒരു വീഡിയോയുമായി തിരിച്ചു വരാം. ബൈ.